ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. നിങ്ങൾക്ക് മാറ്റത്തെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം മാറ്റങ്ങളെ നിങ്ങൾ ഒരുപാട് ഭയപ്പെടുന്നു. ഒരു പക്ഷേ വർഷങ്ങളായി പിന്തുടർന്നു പോന്നിരുന്ന ചില വിശ്വാസങ്ങളോ ബന്ധങ്ങളോ ജോലിയോ ഒന്നും മാറുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാനേ പറ്റുന്നുണ്ടാകില്ല. നല്ലതിന് വേണ്ടിയുള്ള പുരോഗതിക്ക് വേണ്ടിയുള്ള മാറ്റങ്ങളെ സ്വീകരിക്കുക. ചില സമയത്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം ആദ്യം നിങ്ങൾ തന്നെ സ്വയം ഉൾക്കൊള്ളേണ്ടി വരും. അതുപോലെ ഒരു മൂമെൻറ്റും ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും അതിനർത്ഥം അവിടെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നല്ല. സംഭവിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ പെടുന്നില്ല. അതാണ്. ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓവറായി പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാനിങ് നല്ലതാണ്, പക്ഷേ ഓവറായി പ്ലാനിങ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതത്ര നല്ലതല്ല. ആ സാഹചര്യത്തിൽ ഇറങ്ങി ചെന്നാലേ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ എന്തിനാ ഇപ്പോൾ ഇവിടെ പറയുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ ഇവിടെ എൻഡ് ആവുകയാണ്. അതിനുശേഷം ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും. ഈ മാറ്റങ്ങളെ സ്വീകരിക്കുക. അല്ലാതെ പാസ്റ്റിലെ മോശം അനുഭവങ്ങളെ മാത്രം ആലോചിച്ച് ഇരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമേ കൊണ്ടുവരികയുള്ളൂ. പാസ്റ്റിലെ മോശം അനുഭവങ്ങൾ ഉപേക്ഷിച്ച് പുതിയ ലൈഫ് സൈക്കിളിലെ നന്നായി അർത്ഥവത്തായി ഉപയോഗിക്കുക. ഈ ലൈഫ് സൈക്കിളിൽ നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങളെക്കുറിച്ചോർത്ത് സങ്കടപ്പെടാതെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. എപ്പോഴും നേടാനാകാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് സങ്കടപ്പെടുന്നത് നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കും. അതിനാൽ ഈ ഒരു ലൈഫ് സൈക്കിളിൽ പോസിറ്റീവ്സ് മാത്രം മതി. നിങ്ങളുടെ പുരോഗതി മാത്രം മതി. ആ ഒരു ലക്ഷ്യം മാത്രം മതി. പഴയ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് പുതിയതിൻ്റെ പോസിറ്റിവിറ്റി നഷ്ടപ്പെടുത്തി കളയരുത്. താങ്ക് യു ഡിയേഴ്സ്.